അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ എല്ലാ ഖൈറുകളും നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും വർഗവർണ്ണ വൈജാത്യങ്ങളില്ലാതെ, ദേശഭാഷ വ്യത്യാസങ്ങളില്ലാതെ ലക്ഷോപലക്ഷം ഹാജിമാർ തമ്പുകളുടെ നഗരിയായ പരിശുദ്ധമായ മീനായിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത്. അള്ളാഹു സമീപ ഭാവിയിൽ നമുക്കും പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ അറഫ ദിവസം നമ്മളിലേക്ക് സമാഗതമാകാൻ പോവുകയാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാ ദിവസമാണ് പരിശുദ്ധമായ അറഫ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്ന ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമുണ്ട്, ഒരു പകലുണ്ട്, ഒരു രാത്രിയുമുണ്ട്. നമുക്കറിയാം, പരിശുദ്ധമായ റമദാനിലെ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണ് രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി. അതുപോലെ തന്നെ പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് പരിശുദ്ധമായ അറഫ ദിവസത്തിൻ്റെ പകലാണ്. അങ്ങനെ ഒരു സുന്ദരമായ പകല് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ നമ്മളിലേക്ക് സമാഗതമാകാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് അവൻ്റെ വിശ്വാസികൾക്ക്, അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുത്ത് അവരെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുത്ത്, ഒരു നവജാത ശിശുവിൻ്റെ ഹൃദയം എത്രത്തോളം വെണ്മയുള്ളതാണോ അതുപോലെ ഒരാളെ അല്ല, 10,000 ആളുകളെ അല്ല, 10 ലക്ഷം ആളുകളെ അല്ല, ലക്ഷക്കണക്കിന്, ഏകദേശം ഒരു 10-40 ലക്ഷത്തോളം ആളുകളെ അറഫ, ചരിത്രമുറങ്ങുന്ന അറഫയിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും പൊറുത്ത് അവൻ്റെ റഹ്മത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തു പിടിക്കുന്ന പരിശുദ്ധമായ അറഫ ദിവസം. ആ ദിവസം ഇബ്ലീസ്, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇബ്ലീസ് പൊട്ടിക്കരയുന്ന ദിവസമാണ്, പകലാണ് അറഫയുടെ പകലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി പറഞ്ഞു, മാ റുഇയ ശൈത്താനു അസ്ഗറ വലാ അദ്ഹറ വലാ അഹ്കറ വലാ അഗ്യള. മഹാനായ പ്രവാചകർ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, പിശാചിനെ ഏറ്റവും കൂടുതൽ നിന്ദ്യനായി, പിശാചെന്ന് പറയുന്ന ആ ലഈനിനെ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിൽ കാണുന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ അറഫ ദിവസം. വലാ അദ്ഹറ, ഏറ്റവും നീചമായ നിലയിൽ കാണപ്പെടുന്ന ദിവസം പിശാചിനെ അറഫ ദിവസം. വലാ അഹ്കറ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്ദ്യനായി കാണപ്പെടുന്ന ദിവസമാണ് പിശാചിനെ അറഫ ദിവസം. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വലാ അഗ്യള, ഏറ്റവും കുപിതനായിട്ട്, ഏറ്റവും ദേഷ്യമുള്ളവനായിട്ട് കാണപ്പെടുന്ന ദിവസമാണ് പരിശുദ്ധമായ അറഫ. ഭ്രാന്ത് പിടിച്ച് വല്ലാതെ പൊട്ടിക്കരയുന്ന ദിവസമാണ് പിശാജ് അറഫ ദിവസമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പിശാജ് ഇത്രത്തോളം നീചനും നിന്ദ്യനും, ഏറ്റവും നിസാരനായത്, മോശപ്പെട്ടവനായത്, ഇത്രത്തോളം ഭ്രാന്ത് പിടിച്ച് കരയാനുള്ള കാരണം എന്താണ്? ലക്ഷക്കണക്കിന് അവൻ്റെ അടിമകളെ, അതായത് ഇബ്ലീസ് തൻ്റെ വഴികേടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വെമ്പൽ കൊണ്ടിരുന്ന
ലക്ഷക്കണക്കിന് ആളുകളെ അള്ളാഹു അറഫയുടെ ആ പരിശുദ്ധമായ ഭൂമിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജിലൂടെ അവരുടെ സകല പാപങ്ങളും പുറത്തു കൊടുത്ത് അവൻ്റെ റഹ്മത്തിലേക്ക് റബ്ബ് ചേർക്കുന്നത് കാണുമ്പോൾ പിശാചിന് സഹിക്കാൻ സാധിക്കില്ല. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ പിശാച് ഭ്രാന്ത് പിടിച്ച് കരയുന്ന ദിവസം അറഫ ദിവസത്തിൻ്റെ പകലാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ആ പകലിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരിശുദ്ധമായ അറഫ ദിവസത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് നോമ്പെടുക്കൽ ശക്തിമത്തായ സുന്നത്തുള്ള കാര്യമാണ് എന്ന് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദിവസം നമ്മൾ നോമ്പെടുക്കണം. ആ നോമ്പിനിക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന പ്രതിഫലം വലിയൊരു ഓഫറാണ്. ആ ഓഫർ എങ്ങനെയെന്ന് ചോദിച്ചാൽ, പരിശുദ്ധമായ മുഹറം 10 നോമ്പിനെ കുറിച്ച് പുന്നാര നബി പറഞ്ഞത് കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപത്തെ പൊറിപ്പിക്കുന്ന നോമ്പ് എന്നാണ് മുഹറം 10 നോമ്പിനെ കുറിച്ച് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ ശ്രോതാക്കളെ, മുത്തുനബി പരിശുദ്ധമായ അറഫയുടെ നോമ്പിന് നൽകിയ ഓഫർ കഫിറു സനത്തൽ മാലിയത്ത് വൽ ബാക്കിയ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാവവും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ ചെറുപാവവും, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ ചെറുപാവവും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ ചെറുപാവവും അള്ളാഹു പുറത്തു തരുന്ന 2 വർഷത്തെ പാപം പുറത്തു തരുന്ന വലിയ ഓഫറാണ് പരിശുദ്ധമായ അറഫ നോമ്പിനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നവരെല്ലാം ആ അറഫ ദിവസത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പെടുക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദിവസം ദുആ ചെയ്യുകയും വേണം. ദുആകളിൽ ഏറ്റവും ഉത്തമമായ ദുആ, അള്ളാഹുവിന് സന്തോഷമുള്ള ദുആയും അറഫ ദിവസത്തിൽ ചെയ്യുന്നതാണ്. കാരണം റബ്ബ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായി കാണുന്ന ദിവസമാണ് പരിശുദ്ധമായ അറഫ ദിവസം, സന്തോഷവാനായി കാണുന്ന ദിവസം. അതുകൊണ്ട് ആ ദിവസത്തെ ദുആയ്ക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, പുന്നാര പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നോമ്പെടുക്കുകയും അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചുരുങ്ങിയതൊരു 100 പ്രിയപ്പെട്ടവരെ ചൊല്ലണം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ചുരുങ്ങിയത് 100 എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ ചൊല്ലണം. അതുപോലെ മറ്റൊരു പ്രാർത്ഥനയാണ്, അതായത് ദുനിയാവും ആഖിറവും, ഈ ദുനിയാവിൽ നല്ലൊരു സൗകര്യമുള്ള ജീവിതത്തിനും സന്തോഷമുള്ള ജീവിതത്തിനും വരാൻ പോകുന്ന പാരത്രിക ലോകത്ത് വേദനകളില്ലാതെ സന്തോഷമുള്ളൊരു ജീവിതത്തിനും മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ചുരുങ്ങിയത് 100 ഇങ്ങനെ പറഞ്ഞ് ദുആ ചെയ്യണം. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റബ്ബിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് ഈ ഒരു സൂക്തം കേൾക്കുന്നത് റബ്ബിന് വലിയ ഇഷ്ടമാണ്. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹു വളരെയധികം സ്നേഹിക്കും ഈ സൂറത്ത് ഓതുന്നവരെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ അറഫയിലും അറഫ ദിവസത്തിലും അതുപോലെ തന്നെ പരിശുദ്ധമായ ഈദുൽ അദ്ഹയുടെ സുന്ദരമായ ദിവസത്തിലും അതുപോലെ അതിനുശേഷം കടന്നു വരുന്ന അയ്യാമുത്ത് തശ്രീഖിൻ്റെ പരിശുദ്ധമായ ദിവസങ്ങളിലും ധാരാളം ഞാൻ ഈ പറഞ്ഞു തന്നത് നിങ്ങൾ ചൊല്ലണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ചൊല്ലി പരിശുദ്ധമായ അറഫ നോമ്പ് അനുഷ്ഠിച്ച് പരിശുദ്ധമായ ഈദുൽ അദ്ഹയുടെ അതിൻ്റെ രാത്രിയുമൊക്കെ ശരിക്കും മുതലാക്കാൻ മുത്തുനബി പഠിപ്പിച്ചത് ഏറ്റവും ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു രാത്രിയാണ് ഈദുൽ അദ്ഹയുടെ ബലിപെരുന്നാളിൻ്റെ രാത്രി. ആ രാത്രിയെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ ദുആ കൊണ്ട് അതേപോലെ തസ്ബീഹും തഹ്ലീലും കൊണ്ട് ധന്യമാക്കണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ വെച്ചിരിക്കുന്ന മുഴുവൻ ഖൈറാത്തുകളും നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.